പ്രത്യേകിച്ച് മുഖവിരയോ പരിചയപ്പെടുത്തലോ ഒന്നും വേണ്ടാത്തൊരു അതിഥിയാണ് ഇന്ന് എനിക്കൊപ്പം ഹലോ മലയാളത്തിൽ ലീഡേഴ്സ് മോർണിംഗിലുള്ളത്. INTUC-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ ചന്ദ്രശേഖരൻ. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ ചന്ദ്രശേഖരൻ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. സുഖമായിട്ടിരിക്കുന്നോ? ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. ഓക്കെ. ശ്രീ ചന്ദ്രശേഖരൻ, ഇപ്പം നമ്മൾ ഈ സമീപകാല കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ഒരു രാജ്യത്ത് തൊഴിലാളി സംഘടനയുടെയൊക്കെ മൂല്യം എത്രത്തോളമാണ് എന്ന് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡൊക്കെ ദോഷം ചെയ്യുമെന്ന് നേരത്തെ തന്നെ തൊഴിലാളി സംഘടനകളൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് ഓരോന്നോരോന്നായി അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന സംഭവത്തിലേക്കാണ് ശ്രീ ചന്ദ്രശേഖരൻ. ഇവിടെ കൊച്ചിയിലെ കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനം 10,900 ഉദ്യോഗാർത്ഥികളെ മുന്നറിയിപ്പൊന്നുമില്ലാതെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇന്നിപ്പം സർക്കാർ തലത്തിലൊരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ കമ്പനി അധികൃതർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയൊന്നുമില്ല. അപ്പോൾ ഈ വിഷയമൊക്കെ തൊഴിലാളി സംഘടനയുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടോ? എന്താണ് അങ്ങേക്ക് ഈ സംഭവത്തിൽ പറയാനുള്ളത്? അല്ല, ഇത് ഇപ്പോൾ മാത്രമല്ല, ഈ IT സെക്ടറിൽ പ്രത്യേകിച്ച് ന്യൂജൻ ജോബ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഒരു തൊഴിൽ സുരക്ഷ ഇല്ല എന്നുള്ളത് ട്രേഡ് യൂണിയനുകളുടെ കാലങ്ങളായുള്ള അഭിപ്രായമാണ്. പണ്ട് ടെക്നോ പാർക്കിൽ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരിക്കുമ്പോൾ ടെക്നോ പാർക്കിൽ ആയിരക്കണക്കിന് ആളുകളെ 2-3 കമ്പനികൾ TCS അടക്കമുള്ള കമ്പനികൾ പിരിച്ചുവിട്ടപ്പോൾ അന്ന് INTUC ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലേക്ക് മാർച്ച് നടത്തി. എന്നും ഒരു തൊഴിൽ സുരക്ഷ ഉണ്ടാകണം. ആർക്കായാലും ഒരു ജീവിതക്രമത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് കിട്ടാവുന്ന വിദ്യാഭ്യാസം ലഭ്യമായതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് ഈ സമൂഹത്തെ സേവിക്കാനുള്ള വിവിധങ്ങളായ ജോലികളാണ് തേടുന്നത്. ആ ജോലികൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇത്രയും മനുഷ്യത്വഹീനമായിട്ടൊരു കോർപ്പറേറ്റ് കമ്പനിക്ക് എങ്ങനെ പെരുമാറാൻ കഴിയുന്നു? രാവിലെ വന്ന് ഡ്യൂട്ടിക്ക് കയറുന്ന ആ കുട്ടികളെ പെട്ടെന്ന് വന്നിട്ട് എല്ലാവരെയും പിരിച്ചുവിടുന്നു എന്ന് പറയുന്നത് ഇത് ലോകത്തെവിടെങ്കിലും സാധ്യമാണോ? ഈ കേരളത്തിലെ ആളുകളോട് ഇത്രയും വിവേചനപരമായ ഒരു കോർപ്പറേറ്റ് ഇൻ്റർനാഷണൽ കമ്പനി പെരുമാറുന്നത് മര്യാദകേടാണെന്ന് മാത്രമല്ല ശക്തമായ പ്രതിഷേധം. അന്ന് തന്നെ ഈ കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ച സംഘടനയാണ് INTUC. ഒരു തരത്തിലുമുള്ള തൊഴിൽ സുരക്ഷയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഈ രാജ്യത്തെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന കോർപ്പറേറ്റ് നയങ്ങൾക്ക് അനുകൂലമായിട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടത്താൻ വേണ്ടിയാണ്. ഒരു നിയമവും ബാധകമല്ല. എല്ലാ തൊഴിൽ നിയമങ്ങളും ഈ രാജ്യത്ത് 29 തൊഴിൽ നിയമങ്ങൾ അപ്പാടെ എടുത്തു കളഞ്ഞ് 2019 ലാഘവ ബുദ്ധിയോടുകൂടി കൊണ്ടുവന്ന ലേബർ കോഡുകൾ, അതിനകത്ത് BMS അടക്കമുള്ള സംഘടനകൾക്ക് എതിർപ്പാണ്. ആർക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നതെന്നുള്ളത് നമ്മൾ ഗൗരവമായി പരിശോധിക്കണം. ഓരോ മേഖലയിലും ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ അടക്കം ജോലി ചെയ്യുന്നവർക്ക് ഒരു സാമാന്യമായിട്ടുള്ള ഒരു പരിരക്ഷ, അതുമാത്രമല്ല അവരുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, അവർക്ക് നാളെ എന്ത് സംഭവിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട്, ഇതൊക്കെ നമുക്ക് ഉണ്ടാകാതെ പോകുന്നതെന്ന് പറഞ്ഞ് എത്ര ദയനീയമായ ചിത്രമാണ്. അങ്ങനെ ഒരു ഭാരതത്തിലൊരു ഗവൺമെൻറ് വരിക, ഈ ഗവൺമെൻറ് രാജ്യത്തിൻ്റെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയൊക്കെ കൊണ്ടുവന്ന എല്ലാ തൊഴിൽ സുരക്ഷാ നിയമങ്ങളും ഇല്ലാതാക്കുക, ഇങ്ങനെ വരുന്നവർക്ക് കോർപ്പറേറ്റുകൾക്ക് കയറി മേഞ്ഞു പോകാൻ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ ഒരു കാലത്തും ഈ രാജ്യത്ത് അനുവദിക്കാൻ പോകുന്നില്ല. INTUC ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന എന്നുള്ളതിൽ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരു തരത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഇതിനെ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശ്രീ ചന്ദ്രശേഖരൻ, ഈ സ്വകാര്യ ബസ് തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം UDF സർക്കാരിൻ്റെ പ്രഖ്യാപനമായിരുന്നു പ്രിയദർശിനി യാത്ര. അത് സർക്കാർ വന്ന ഉടനെ തന്നെ നടപ്പാക്കിയതാണ്. അതിന് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ സ്വീകാര്യതയുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വലിയ സ്വീകാര്യതയുണ്ട്. അവർക്ക് വലിയ ആശ്വാസമാണ്. ഇനിയിപ്പം മറ്റ് തലങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കണം എന്നൊരു ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും സ്വകാര്യ ബസ് ഉടമകൾ പ്രതിസന്ധിയിലാണ്. ഇന്നിപ്പം കാസർഗോഡ് അവർ സൂചനാ പണിമുടക്ക് നടത്തുന്നു. ജൂലൈ 20 മുതൽ മറ്റ് സമരങ്ങളിലേക്ക്, അടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് അവരുടെ സംഘടന പറയുന്നുണ്ട്. ഇപ്പോൾ ഗതാഗത മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും അവരെ ചേർത്തു പിടിക്കുമെന്ന് പറയുമ്പോഴും അവർക്ക് അനുകൂലമായ, അതല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരമാകുന്ന തരത്തിലേക്ക് ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണണമല്ലോ. ആ വിഷയം INTUCയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കാരണം അതും തൊഴിലാളികളാണല്ലോ ശ്രീ ചന്ദ്രശേഖരൻ. അല്ല, തീർച്ചയായിട്ടും ഒരു പ്രധാന സംഭവം തന്നെയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജ്യത്ത് ഇതുവരെ നടപ്പാക്കാത്ത തരത്തിലുള്ള ഒരു വൻ ജനകീയ പദ്ധതിയായിട്ടാണ് ശ്രീ VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഈ കേരളത്തിലെ ഗവൺമെൻറ് അതിൻ്റെ പ്രകടന പത്രികയിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ പ്രഖ്യാപനങ്ങളിലൂടെ തന്നെ
തിരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ നമ്മുടെ സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് അവർക്ക് KSRTCയിൽ സൗജന്യ യാത്ര നൽകും. അത് ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിലുള്ള ഗ്യാരണ്ടി ആയിട്ട് നൽകുമെന്നാണ് പ്രഖ്യാപിച്ചത്. വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. മാത്രവുമല്ല, അത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ ജനസമൂഹം രാഷ്ട്രീയത്തിനും താല്പര്യങ്ങൾക്കും എല്ലാം ഉപരിയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടാവും. ഈ വിഷയം ഉണ്ടായപ്പോൾ കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന സ്വകാര്യ ബസ് മേഖലയിൽ പണ്ടേ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റമനുസരിച്ച് സ്വകാര്യ ബസ്സുകളുടെ എണ്ണം വളരെ 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 കുറഞ്ഞിരിക്കുകയാണ്. നാട്ടുംപുറങ്ങളിലേക്ക് KSRTC സർവീസ് പൂർണ്ണമായി എത്തിക്കാൻ കഴിയാത്തിടത്തോളം കാലം ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്നത് സ്വകാര്യ ബസ്സുകളുടെ സർവീസ് കൂടിയാണ്. ആ സ്വകാര്യ ബസ്സുകളുടെ മേഖലയിൽ ഏതാണ്ട് 37,000 ബസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 15,000 താഴെയായി കുറയുന്നു എന്ന് കാണുമ്പോൾ വളരെ വളരെ പ്രതിസന്ധി ആ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. മാത്രവുമല്ല, അടിക്കടിയുള്ള പെട്രോൾ ഡീസൽ വർധനവ്, അതുപോലെ സാധനങ്ങളുടെ വില, വണ്ടിയുടെ മെയിൻ്റനൻസ്, നിരവധിയായ പ്രശ്നങ്ങളെ അലട്ടുന്ന സമയത്ത് ഇവിടെ ഈ മേഖലയിലുള്ള തൊഴിലാളികളുടെ തൊഴിൽ അപ്പാടെ നഷ്ടപ്പെടുകയാണ്. ഈ സംഭവം വന്ന ഉടനെ തന്നെ വയനാടാണ് ആദ്യമായി സ്വകാര്യ ബസ് മേഖലയിലുള്ള വലിയ പ്രക്ഷോഭം എല്ലാവരും കൂടി ചേർന്ന് നടത്തിയത്. അത് എന്നെ അറിയിച്ചപ്പോൾ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് കൃത്യമായി ഈ വിവരങ്ങളുടെ ഇമ്മീഡിയറ്റായിട്ട് എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെടണമെന്നും ഇതിനാശ്വാസകരമായ ഒരു പദ്ധതി, ഒരു പാക്കേജ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് INTC മാത്രമാണെന്നാണ് എൻ്റെ ഇതുവരെയുള്ള അറിവ്. INTC സംസ്ഥാന കമ്മിറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനും അത് ചർച്ച ചെയ്യാനും INTC മുൻപന്തിയിലുണ്ടാകുമെന്ന് അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഓക്കെ, വളരെ സ്വാഗതാർഹമാണ് ആ നിലപാട് അങ്ങ് ഇപ്പോൾ പറഞ്ഞത്. ശ്രീ ചന്ദ്രശേഖരൻ, ഇനി മറ്റൊരു വിഷയം, ഇപ്പം സമീപകാലത്ത് കേരളം തന്നെ ചർച്ച ചെയ്ത വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്ന വിഷയം, അങ്ങ് തന്നെ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം നൽകിയതാണ്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ UDF സർക്കാർ തന്നെ അങ്ങടക്കമുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നു. ഒരു കേസ് അത് 17 വർഷമാവുകയാണ്. എന്തെങ്കിലും ഒരു താല്പര്യം ഇതിന് പിന്നിലുണ്ടെന്നൊരു തോന്നലുണ്ടോ അങ്ങേക്ക്? അല്ല, സേതുലക്ഷ്മി പറഞ്ഞപ്പോൾ തന്നെ ഇത് വ്യക്തമാണ്. 17 വർഷം കൊണ്ട് ഒരു വ്യക്തി പരാതി കൊടുക്കുകയാണ്. പക്ഷെ ഞാൻ വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തിനാണ് ഈ പരാതി? അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുള്ള താല്പര്യം എന്താണ്? ഏത് കാരണത്താലാണ് അദ്ദേഹം ഈ പരാതികൾ തുടങ്ങിയത്? അദ്ദേഹം പരാതി തുടങ്ങിക്കഴിഞ്ഞിട്ട് 2005 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിലേക്ക് നിരവധിയായ പരാതികളും അതിനോടനുബന്ധിച്ച് കേരള സംസ്ഥാന ഗവൺമെൻറ് ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ പ്രത്യേക താല്പര്യമെടുത്ത് അദ്ദേഹം ഈ കാര്യത്തിൽ, അത് പല രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹത്തിൻ്റെ താല്പര്യം ഉണ്ടായത്. എന്തായാലും ശരി, ആ ഉദ്യോഗസ്ഥൻ മുൻകൈയെടുത്ത് ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെ പരിശോധന നടത്തി 4-5 പരിശോധന റിപ്പോർട്ട് കേരള ഹൈക്കോടതി കൊടുക്കുകയും ആ കേരള ഹൈക്കോടതി ഒരു ഉന്നതാധികാര സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ശ്രീ PH കുര്യൻ ES, അദ്ദേഹം അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയി. പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയപ്പോൾ ആ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം തന്നെ സ്വന്തമായി പടച്ചുണ്ടാക്കിയ ഒരു ചില സാങ്കല്പിക കഥകളെല്ലാം ഹൈക്കോടതി കൊടുക്കുന്നു. ഹൈക്കോടതിയിൽ കേസ് വാദം വന്നപ്പോൾ CBI എൻക്വയറിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിടുന്നു. അതൊക്കെ അതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങളാണ്. ഹൈക്കോടതി ഈ കാര്യത്തിൽ ഉത്തരവിട്ട് കഴിഞ്ഞാൽ പിന്നീട് CBI അന്വേഷണം നടത്തി കാര്യങ്ങളെല്ലാം വിശദമായി അവർ പരിശോധിച്ചു. അത് കഴിഞ്ഞ് അവർ അവരുടേതായ നിഗമനത്തിലുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ട് സമർപ്പിച്ച അതിൻ്റെ പ്രൊസീജിയർ എന്താണ്? ഞാൻ എത്രയോ നിരവധി 1978 മുതൽ നിരവധിയായ ക്രിമിനൽ കേസുകളും സമരങ്ങളും ഒരുപാട് പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. സാധാരണ ഒരു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കോടതി കൊടുത്താൽ അതിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുള്ളത് കൊണ്ട് മാത്രവുമല്ല, വളരെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ ഗവൺമെൻറ് 2016 മുതൽ 2026 വരെ അധികാരത്തിലിരുന്നപ്പോൾ ഈ 2 പിണറായി സർക്കാരിൻ്റെ കാലത്തും അവരെന്തുകൊണ്ട് ഇത് അനുവാദം കൊടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം ഇതുവരെ. അപ്പോൾ ഈ വ്യക്തി എന്നും പറയുന്നത് പിണറായി സർക്കാരും ഞാനുമായിട്ട് എന്തോ പ്രത്യേകത. ഞാനിതിനകത്തെ ചെറിയ കക്ഷിയാണ്, ഞാനിതിനകത്തൊന്നുമില്ല. പിന്നെ രാഷ്ട്രീയ രംഗത്തോ അല്ലെ ട്രേഡ് യൂണിയൻ രംഗത്തോ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ പേര് പറയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അത് പറയുമ്പോൾ വാർത്തയാവും.
അപ്പോൾ എന്തായാലും ശരി, ഞാൻ 12 മുതൽ 15 വരെ 3 വർഷം മാത്രമേ, അല്ലെ 3-ലേറെ വർഷം മാത്രമേ ഇരുന്നിട്ടുള്ളൂ. 2005 മുതൽ 15 വരെയുള്ള ഈ കാലഘട്ടത്തെക്കുറിച്ച് മൊത്തം ഞാനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് താല്പര്യമെടുക്കുന്ന ആളുകൾക്ക് ദുഷ്ടലക്ഷ്യമുണ്ട്. അവർക്കെന്തോ പിന്നാമ്പുറങ്ങളിൽ ഇതിന് താല്പര്യമുണ്ട്. അതല്ലാതെ ഈ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാത്ത ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല. ഞാനൊരു കത്ത് പോലും കൊടുക്കത്തില്ല. അത് ആ ഗവൺമെൻറ്റിൻ്റെ 5 വർഷക്കാലം, അതായത് 2006 മുതൽ 11 വരെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ സഖാവ് PK ഗുരുദാസൻ കേരളത്തിൻ്റെ കശുവണ്ടി വ്യവസായത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയും സഖാവ് E കാസിം അതിൻ്റെ ചെയർമാനുമായിരുന്നു. ആ 5 വർഷം ഉൾപ്പെടെയാണ് ഈ 10 വർഷം എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഒരു കേരള ഗവൺമെൻറ്, സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഇത് മുന്നിൽ വെച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ ഒരു പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നത്. അത് എനിക്ക് വേണ്ടിയാണ്. ചെയ്യേണ്ടതില്ല എന്ന നിലപാടെടുത്ത ഒരു കേസിൽ എന്താകും ഈ സമയത്ത് UDF സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്? അല്ല, അത് വ്യക്തമാണല്ലോ. 5 വർഷക്കാലം ഇടതുപക്ഷ നേതാക്കന്മാരിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ 10 വർഷത്തിനകത്ത് പ്രധാനപ്പെട്ട ദീർഘമായ കാലം അതാണെന്ന് കണ്ടുകൊണ്ട് ആ ഗവൺമെൻറ് കൊടുത്തില്ല. രണ്ടാമതൊരു ഉദ്യോഗസ്ഥൻ അതിനകത്തുണ്ട്. ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ പെർമിഷൻ വേണം. മൂന്നാമത്തെ കാര്യം, അന്നും ഇന്നും എപ്പോഴും എൻ്റെ നിലപാടെന്താ, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് വിചാരണ നടത്തണം. അതിനെന്താ കുഴപ്പമുള്ളത്? അത് ക്രിമിനൽ കേസാകട്ടെ മറ്റേതെങ്കിലും കേസാകട്ടെ, അത് കോടതിയിൽ വന്ന് വിചാരണ നടത്തും. ഇവിടെ എന്താ ഈ മാധ്യമങ്ങളുടെ ഒരു വലിയ ഹൈപ്പ് വരുന്നത്, എന്തോ ഒരു വല്ലാത്ത പുതിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. എത്രയോ ആളുകൾ പ്രോസിക്യൂഷൻ നേരിടുന്നു. പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ കോടതിയിൽ പോയി തെളിവുകൾ ഹാജരാക്കി അഡ്വക്കേറ്റ്സ് വാദിച്ച് ആ കോടതിയെ ബോധ്യപ്പെടുത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ഒരു തീരുമാനമെടുക്കും. അതിന് എന്തിനാ ഇത്രയും വലിയ കോലാഹലം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ പ്രോസിക്യൂഷൻ നേരിടാൻ എപ്പോഴും തയ്യാറാണ്. മാത്രവുമല്ല, ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തു എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണെങ്കിൽ പോലും ആ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തു. ഞാനതിലൊരു കക്ഷിയാണ്. ഞാൻ 4ാമത്തെ കക്ഷിയായി നിൽക്കുന്ന ഒരാളാണ്. അതിലെ അഡ്വക്കേറ്റ് ജനറലിനും അതുപോലെ തന്നെ CBI SP-ക്കും അതിനുശേഷം രതീഷിനും എനിക്കും കോപ്പി ഔദ്യോഗികമായി മാർക്ക് ചെയ്ത് കിട്ടുകയാണ്. എറണാകുളത്ത് ഹൈക്കോടതി സമർപ്പിച്ചതിന് ശേഷം എനിക്ക്. അപ്പോൾ അത് ഈ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ 2 ദിവസം മുഴുവനും എൻ്റെ പ്രതികരണം ആരാഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ഏറ്റവും വലിയ സംഭവമായി മാറിയപ്പം എൻ്റെ കയ്യിൽ ഈ പത്രം കിട്ടിയപ്പോൾ പത്രപ്രവർത്തകർ നിങ്ങളെ വിളിച്ച് വളരെ വ്യക്തമായി ഇത് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പം അതായി കുറ്റം. പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞതിനകത്ത് എന്തോ അക്ഷരവ്യത്യാസമുണ്ട്. എന്ത് ലോകമാണിത്? ഇങ്ങനെയാണോ ആളുകളെ കൈകാര്യം ചെയ്യുന്നത്? ഈ വ്യക്തിക്ക് എന്താണ് ഇതിൽ കാര്യം? അത് നിങ്ങളൊന്ന് ചോദിക്കാത്ത എന്താ? അദ്ദേഹത്തിന് ഈ 17 വർഷം ഈ കേസ് നടത്താൻ ആര് പണം കൊടുത്തു? അദ്ദേഹം സുപ്രീം കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഒക്കെ പോകാൻ ആര് പൈസ കൊടുത്തു? അതിനുള്ള സോഴ്സോട് നിങ്ങൾ ചോദിക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നത്, INTUC പ്രസിഡന്റായി ഞാനിരിക്കുന്നു 20 വർഷക്കാലമായി. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു ദൈവം പോലെ കാണുന്ന ഒരാൾ INTUC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു. കേന്ദ്ര വെരിഫിക്കേഷനിൽ പരാജയപ്പെട്ടതുകൊണ്ട് പുറത്താക്കി. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ സഹോദരൻ അന്ന് മുതലേ പെറ്റീഷൻ കൊടുക്കുന്നത്. INTUC പ്രസിഡന്റിനെതിരെ പെറ്റീഷൻ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സൗകര്യങ്ങൾ ഒരുപാടുണ്ടാകാം. കുറേ ആളുകൾ സഹായിക്കുന്നുണ്ടാകും. ഒരു കാര്യം ഞാൻ സേതുലക്ഷ്മി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ വലിയ പണച്ചാക്കുകളാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ഹീനമായ ഗൂഢാലോചനയാണ് ഈ വ്യക്തിക്ക് ധാരാളമായി പണം കൊടുത്തുകൊണ്ട് ഈ കേസുകൾ നടത്തുന്നത്. അദ്ദേഹം കേരളത്തിലെ ഒരു സ്ഥാപനത്തിനെതിരെയും ഒരു പരാതി ഇന്നുവരെ കൊടുത്തിട്ടില്ല. നിങ്ങളൊക്കെ അദ്ദേഹത്തെ വിവരിക്കുന്നത് വിവരാവകാശ പ്രവർത്തകൻ. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ഒരു വിവരാവകാശം പോയതായി എനിക്കറിവില്ല. മാത്രമല്ല, എന്താണ് ഈ കശുവണ്ടി തൊഴിലാളികളുടെ സ്ഥിതി? അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല. അവർക്ക് മാതൃകാപരമായി 628 ദിവസം 3.25 വർഷം കൊണ്ട് ജോലി കൊടുത്തു എന്നുള്ള തെറ്റാണോ എനിക്കുള്ളത്? എൻ്റെ സർക്കാർ എനിക്ക് തന്ന നിർദ്ദേശം സത്യസന്ധമായി പാലിച്ച ഒരു വ്യക്തിയാണ്. അത് പിന്നെ അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന ഈ വ്യക്തിക്ക് എന്താണ് താല്പര്യം? കശുവണ്ടി തൊഴിലാളികളുടെ ജോലി 810ഓളം കമ്പനികളുള്ള കേരളത്തിൽ ഈ 30-40 കമ്പനികളുടെ പ്രവർത്തനം താറുമാറായാൽ അവർക്ക് ഇഷ്ടം പോലെ തൊഴിലാളികൾ ലഭിക്കും. അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കണ്ട, കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി, IRC പോകണ്ട, ഒരു ആനുകൂല്യം കൊടുക്കണ്ട എന്ന് വരുത്താനാണോ ഈ വ്യക്തിയുടെ നിലപാട്? ഈ കശുവണ്ടി തൊഴിലാളികളെ തകർക്കാൻ വേണ്ടിയുള്ള ഈ വ്യക്തിയുടെ നിലപാടിനെ കുറിച്ച് സമഗ്രമായി അന്വേഷിക്കേണ്ടതാണ്. ഇതൊരു ഗൂഢാലോചനയുടെ ഫലമാണ്. INTUC-യിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. INTUC-യിൽ എന്ത് വേണമെന്നുള്ളത് സംഘടനയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ കുറേ ആളുകൾ അവിടെ ഇവിടെ പത്രക്കാരോട് കണ്ടിട്ട്
ഈ INTUC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നു. എനിക്ക് എൻ്റെ സംഘടന എടുക്കുന്ന തീരുമാനം സ്വാഗതാർഹമാണ്. എന്ത് തീരുമാനിച്ചാലും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് നമ്മുടെ വ്യക്തിഹത്യ ചെയ്യാൻ, തേജോഹത്യ ചെയ്യാൻ മനഃപൂർവ്വമായി ചില 1-2 മാധ്യമങ്ങൾ വഴി ഈ നടത്തുന്ന ശ്രമം അങ്ങേയറ്റം ദുരുപദിഷ്ടമാണ്. മാത്രമല്ല മര്യാദകേട് തന്നെയാണ്, പത്രധർമ്മത്തിന് ചേർന്നതല്ല. ഒരു ചാനൽ നടത്തുന്ന ചർച്ച ഈ പരാതി കൊടുക്കുന്ന അദ്ദേഹത്തിനെയും 2 മാന്യന്മാരെയും വിളിച്ചിരുത്തി എനിക്കെതിരെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ചാനൽ ചർച്ച ചെയ്യുക എന്ത് മര്യാദകേടാണ്? ഇങ്ങനെയാണോ മാധ്യമധർമ്മം? മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ എതിരഭിപ്രായം പറയാനുള്ള ആളുകളെ കൂടി വിളിച്ചിരുത്തി പറയാനുള്ള മര്യാദ പോലുമില്ലാതെ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളിനെ ആക്ഷേപിക്കാൻ, അപമാനിക്കാൻ, തേജോഹത്യ ചെയ്യാൻ വേണ്ടി നടത്തുന്ന അങ്ങക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പം അങ്ങയുടെ തുടർ നീക്കങ്ങൾ എന്താണ് ശ്രീ ചന്ദ്രശേഖരൻ? പ്രോസിക്യൂഷനെ നേരിട്ടുകൊണ്ട് പദവിയിൽ തുടർന്ന് സത്യം തെളിയിക്കൽ അങ്ങനെയാണോ? അല്ല, KP ഹരിദാസിനെ പോലുള്ള ഒരു 20 വർഷമായി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പരാതികൾ അയച്ചു, ഒന്നും നടന്നില്ലല്ലോ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു കേസിൽ പ്രതിയായി വന്നാൽ ആ കേസിന്റെ വിചാരണ നടക്കുന്നതിന് മുമ്പ് എന്ത് ശിക്ഷയാണ് വേണ്ടത്? എന്ത് ശിക്ഷയാണ് വേണ്ടത്? KP ഹരിദാസ് അഡ്വക്കേറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഞാൻ ചോദിക്കുന്നു, അല്ലെ ആർക്കെങ്കിലും RM പരമേശ്വരൻ 87 വയസ്സുള്ള ഒരു മനുഷ്യൻ, ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്ന് കരഞ്ഞു പറഞ്ഞ് ഒരു സാധനം ഞാൻ ഔദാര്യമായി കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ പ്രകടനം നടത്തി കുഴഞ്ഞു വീണ് മരിക്കാൻ പോവാണ്. ഇനി നിരാഹാരം നടത്തി മരിക്കാൻ പോവാണ്. പൊക്കോട്ടെ. വ്യക്തിപരമായി എന്നെ ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ അതൊന്നും ഈ സംഘടനയ്ക്കകത്ത് നടക്കാൻ പോകുന്നില്ല. സംസ്ഥാന INTUC ഒറ്റക്കെട്ടായി, ജില്ലാ കമ്മിറ്റികൾ ഒറ്റക്കെട്ടായി INTUC പ്രസ്ഥാനത്തിന് ഞാനിരുന്നാലും വേറെ ആയിരുന്നാലും അതിനെ സംരക്ഷിക്കാൻ മുന്നോട്ട് പോകും. അത് മാത്രമല്ല, ഡോക്ടർ സഞ്ജീവ് റെഡ്ഡിയുടെ പരാതി പറയട്ടെ, അദ്ദേഹം തീരുമാനിക്കട്ടെ. ഒരു കേസിൽ വിചാരണ ആരംഭിച്ചാൽ അവർ കുറ്റവാളിയാവുമെന്ന് ഏത് ശാസ്ത്രത്തിൽ, ഏത് നീതിപീഠത്തിലാണ് വരുന്നത്? ഏത് നീതി പരിപാലനത്തിലാണ് വരുന്നത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഏർപ്പാടൊന്നും വേണ്ട. ഇപ്പോൾ എന്താ പ്രശ്നം? UDF ഗവൺമെൻറ്റും ചന്ദ്രശേഖരനും കൂടി ഗൂഢാലോചന നടത്തിയെന്നാണ് അദ്ദേഹത്തിന്. അപ്പോൾ LDF ഗവൺമെൻറ് ഇങ്ങനെ, UDF ഗവൺമെൻറ് ഇനി അദ്ദേഹം എന്ത് ചെയ്യും? എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം ശ്രീ ചന്ദ്രശേഖരൻ ഇപ്പം ഈ KP ഹരിദാസിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നവർ അങ്ങയുടെ രാജി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു എന്നൊക്കെ അറിയുന്നു. അത് ഈ INTUCയിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കുമോ? INTUCയിൽ അദ്ദേഹം 20 വർഷം കൊണ്ട് ഇവരെല്ലാം ശ്രമിച്ചിട്ടല്ലോ. കൊല്ലത്തൊരു ആള് 12 വർഷം ഈ സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ആള് ഒരു സെക്രട്ടേറിയറ്റ് വളയൽ സമരം ആരംഭിച്ച് ആലോചിച്ച് എല്ലാവരുടെ കൂടി സെക്രട്ടേറിയറ്റ് വളയാൻ INTUC പിണറായിക്കെതിരെ സമരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സമരം നടത്താൻ എല്ലാ സംവിധാനവും പണം പിരിച്ചു, അനധികൃതമായി ലക്ഷക്കണക്കിന് രൂപ പിരിച്ചു. അന്ന് ബഹുമാനിനെ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ ആര്യാടൻ മുഹമ്മദിനെയും എന്നെ വിളിച്ച് സംസാരിച്ച് ഞാൻ INTUC നടത്തിയ 16 സമരങ്ങൾ പിണറായി സർക്കാരിനെതിരെ നടത്തിയതിൻ്റെ ഡോക്യുമെൻ്റ് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് ആ സമരം നടത്താൻ പോയവരെല്ലാം വിളിച്ച് സമരം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. മര്യാദകളാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളുടെ ഫോട്ടോ അടക്കം ഈ സമരത്തിൽ നടത്തിയതിൻ്റെ ഡോക്യുമെൻറ്റിൽ കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് പച്ച കള്ളമാണ് പറയുന്നത്? ഉമ്മൻചാണ്ടി പോലൊരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആര്യാടൻ മുഹമ്മദ് കൂടി പറഞ്ഞത് എനിക്ക് സാക്ഷിയാണ് ഞാൻ. എൻ്റെ കൂടെ ഒരാളും ഉണ്ടായത്, VJ ജോസഫ് ഉണ്ടായിരുന്നു. എത്ര മര്യാദകെട്ട രീതിയിലാണ് പൊതുപ്രവർത്തകരെ കൈകാര്യം ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്? നിലപാട് വ്യക്തമാണ് ശ്രീ ചന്ദ്രശേഖരൻ. അപ്പോൾ നല്ലൊരു തീരുമാനമൊക്കെ അതിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. അങ്ങക്ക് ഇന്ന് നല്ലൊരു ദിവസം ആകട്ടെ. താങ്ക് യു. നന്ദി. ഓക്കെ.